ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വിചിന്തനം ചെയ്യുന്ന വിഷയം ആയുധങ്ങൾ എന്ത്, അതിനെയൊക്കെ വെല്ലുന്ന 3 വജ്രായുധങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ കൈവശം എത്ര ശക്തമായ ആയുധങ്ങൾ, തോക്കോ വടിവാളോ എന്തുണ്ടെന്ന് പറഞ്ഞെന്നാലും ചിലപ്പോൾ അവയ്ക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അങ്ങനെ ഉണ്ടായ പല സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സംഭവം, സ്ഥിരമായിട്ട് തോക്ക് കൈവശം വെച്ചിരുന്ന ഒരു വ്യക്തി, പുള്ളി അതിനുള്ള ലൈസൻസൊക്കെ എടുത്ത് അത് പുതുക്കി. അങ്ങനെ കാരണം പുള്ളി പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ, നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ട് ഇത് വേണം. ഒരുത്തൻ കത്തിയോ വടിയോ തോക്കോ എടുത്ത് നമ്മുടെ നേരെ വരുമ്പോഴത്തേക്കും അവനെ ചെറുത്ത് നിൽക്കാൻ നമുക്കിത് ആവശ്യമാണ്. അങ്ങനെ തോക്ക് കൈവശം വെച്ച് നടന്ന ഒരു മനുഷ്യനാണ്. എവിടെ പോയാലും ഞാൻ കേട്ടത്, ആ മനുഷ്യൻ ഉറങ്ങാൻ കിടന്നു, കാർഡിയാക് അറസ്റ്റ്, ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന മനുഷ്യന് കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് പുള്ളി ആ നിദ്രയിൽ നിന്നും ഉണർന്നിട്ടില്ല. തോക്ക് ആ മനുഷ്യനെ രക്ഷിച്ചോ? എവിടെ പോയാലും വളരെ ശ്രദ്ധിച്ചിരുന്നാണ് തോക്കും കയ്യിലെടുത്ത് പോകുക എന്നുള്ളത്, കാരണം ഒരു സുരക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ ആ തോക്കിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ കേട്ട ഒരു സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പുള്ളിയുടെ തന്നെ ഗാർഡനിൽ അവർ നട്ടു വളർത്തി ഉണ്ടായ ഫലങ്ങൾ അത് മാത്രമേ പുള്ളി കഴിക്കത്തുള്ളൂ. അല്ലോ എവിടുന്നെങ്കിലൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വല്ല ക്യാൻസറൊക്കെ വന്നെങ്കിലോ എന്ന് ഓർത്താം. പക്ഷെ ആ മനുഷ്യൻ അവസാനം മരിച്ചത് സ്റ്റൊമക് ക്യാൻസർ ആയിട്ടാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമ്മുടെയൊക്കെ പിടിവിട്ടു പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലേക്ക് നമ്മുടെ ജീവിതം തള്ളപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമ്മളെ സുരക്ഷിതരാക്കും. എന്നെ പഠിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഒരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ നോട്ട് ചെയ്തു. എല്ലാവരും കൈപൊക്കി സ്തുതിച്ചാലും അവൻ കൈപൊക്കത്തില്ല, അവൻ കൈ പോക്കറ്റിലിട്ടിരിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയത് ചിലപ്പോൾ അഹങ്കാരമാണോ, അതല്ലെങ്കിൽ അവന് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവനിങ്ങനെ, അല്ല ആരെങ്കിലും നിർബന്ധിച്ച് ധ്യാനത്തിന് വിട്ടത് കൊണ്ടായിരിക്കാം ഈ രീതിയിൽ പെരുമാറുക. ദൈവാധീനം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു കമൻറ്റോ ഒന്നും പറഞ്ഞില്ല, അവനെ വഴക്ക് പറഞ്ഞൊന്നുമില്ല. പിന്നീട് ഒരു ഷെയറിങ്ങിന് അവൻ എൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. അപ്പോഴാണ് ഒരു കാര്യം പുറത്തു വന്നത്, അവനൊരു അപകടം ഉണ്ടായിട്ട് അവൻ്റെ വലത് കൈ അറ്റുപോയി, വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റിയില്ല. ഇന്നിപ്പോൾ അവന് ഫുൾ കൈയും ഷർട്ട്, വളരെ ശ്രദ്ധിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷേ അല്ലാത്തവർക്ക് പെട്ടെന്ന് അത് പിടികിട്ടത്തില്ല. അവനാ ഫുൾ കൈയും ഷർട്ടിൻ്റെ ആ ഒരു അറ്റം അത് പോക്കറ്റിലിട്ടാണ് നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ. ഇവനങ്ങനെ കൈവക്കും. അതറിയാതെ ഞാനെങ്ങാനും വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഒരു കമൻറ്റ് പറയുകയോ ചെയ്തെങ്കിൽ അവസാനം ഞാൻ ലജ്ജിതനായി മാറിയനെ. ഇവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കണം. അവിടെ കയറി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മെ ലജ്ജയിലേക്ക് തള്ളിവിടാം എന്നുള്ളത് ആ ഒരു സംഭവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി ഏതാനും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു 3 വജ്രായുധങ്ങൾ, തോക്കിനേക്കാൾ വടിവാളിനേക്കാളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 വജ്രായുധങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേതാണ് മൗനം, സൈലൻസ്. ചില സംബന്ധിച്ചിടത്തോളം നിശബ്ദരായിട്ടിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അറിയത്തില്ല. അങ്ങനെയുള്ളവർ പല അപകടത്തിൽ ചെന്ന് ചാടും, ലജ്ജാകരമായ പല അവസ്ഥയിലേക്ക് ചെന്ന് എത്തിയെന്ന് വരും. ശ്രദ്ധയില്ലാതെ ചില സംസാരം നടത്തിയതോ കമൻറ്റ് നടത്തിയതോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതോ പിന്നീട് മരണം വരെ അവർക്ക് ലജ്ജയ്ക്ക് കാരണമായ സംഭവങ്ങളുണ്ട്. നിശബ്ദത, പ്രോപ്പർ സൈലൻസ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ നന്മ വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചൈനീസ് പ്രോവർബുണ്ട്, നീ കറക്റ്റ് സമയത്ത് ഉപയോഗിച്ച ഉചിതമായ വാക്കിന് $1 വിലയുണ്ടെങ്കിൽ നീ കറക്റ്റ് സമയത്തെടുത്ത ഒരു നിശബ്ദതയ്ക്ക് $2 വില കൽപ്പിക്കാൻ പറ്റും, ഇരട്ടി വില. അതുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ നമ്മുടെ മൗനമായിരിക്കാം നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത്, വിജയത്തിലേക്ക് നയിക്കുന്നത്, മഹത്വത്തിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 20-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ മിണ്ടാതിരിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടായിരിക്കണമെന്നില്ല, അവനിപ്പോൾ മിണ്ടേണ്ട സമയം അല്ല എന്ന് അറിയാവുന്നത് കൊണ്ട്. അത് നല്ല നിശബ്ദതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി എപ്പോഴും നമ്മുടെ നിശബ്ദത നല്ലതാകണമെന്നില്ല, നന്മ വരുത്തണമെന്നില്ല. മിണ്ടേണ്ടടുത്ത് നമ്മൾ മിണ്ടണം. നമ്മൾ ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ലൂക്ക 19:40 എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പറഞ്ഞൊരു കാര്യം, ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം പറഞ്ഞൊരു കാര്യം, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, കർത്താവിനെ സ്തുതിക്കുന്നത് കേട്ടിട്ട് ഇതുപോലത്തെ കമൻറ്റ് പറയുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. നീ അവിടെ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന കാര്യം മറക്കരുത്. എസ്തേർ 4-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താലോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതുപോലൊരു സമയത്ത് നീ മൗനം ഭജിച്ചാൽ നീയും നിൻ്റെ കുടുംബവും നശിക്കും. ദൈവജനത്തെ രക്ഷിക്കാൻ ദൈവം വഴി കണ്ടെത്തിക്കോളും. പക്ഷേ
നീ മിണ്ടേണ്ടിടത്ത് നീ മിണ്ടാതിരുന്നാൽ, നിന്റെ പേടി കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ കുടുംബവും നശിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 30:12 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആനന്ദത്തോടെ നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കേണ്ടവരാണ്. അങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കുന്നത് അത് അറിവൊന്നുമല്ല, അറിവില്ലായ്മയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. സെഫാനിയ 1:7, സക്കറിയ 2:13 അങ്ങനെയുള്ളിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിശബ്ദത പാലിക്കേണ്ട ഒരു സമയമുണ്ട്. എപ്പോഴാണ്? ദൈവസന്നിധിയിൽ. ആ സമയത്ത് നിശബ്ദത പാലിക്കണം, അല്ലാതെ നമ്മളവിടെ കയറി മിണ്ടരുത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യാക്കോബ് 1:19 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്നതിൽ പിന്നോക്കം, നിശബ്ദരാകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുക. നമ്മൾ നിശബ്ദരാകേണ്ട സമയത്ത് നിശബ്ദരാകണം, അത് നമുക്ക് നന്മ വരുത്തും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരായുധം എന്ന് പറയുന്നത് ജ്ഞാനം. അത് സഭാപ്രസംഗൻ 9:13 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനിയായ ഒരു ദരിദ്രന് ആയുധധാരിയായ ഒരു രാജാവിനെ തോൽപ്പിക്കാൻ പറ്റും. 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ആയുധങ്ങളെക്കാൾ ശക്തമാണ് ജ്ഞാനം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ജ്ഞാനം 9:6 വായിച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ നിനക്ക് എത്ര അറിവുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിനക്കൊരു വിലയുമില്ല. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അവസാനത്തെ 3-ാമത്തെ കാര്യമാണ് സ്നേഹം. ആയുധങ്ങളെക്കാൾ ശക്തമാണ് സ്നേഹം. ഏതാനും വചനങ്ങൾ എടുത്താൽ അത് നമുക്ക് കാണാൻ പറ്റും. 2 രാജാക്കന്മാർ 6-ാം-8 മുതൽ സിറിയക്കാരെ ശത്രുക്കളായിട്ട് ഇസ്രായേൽക്കാർക്കെതിരെ വന്നവരാണ്. അവരെ കീഴടക്കി മിത്രമാക്കി മാറ്റിയത് എങ്ങനെയാണ്? ആയുധം കൊണ്ടല്ല, വാളുകൊണ്ടല്ല, അവർക്ക് വിരുന്ന് കൊടുത്ത്, അതായത് സ്നേഹം കൊണ്ട് അവരെ കീഴടക്കി. റോമ 12:21 വായിച്ചാൽ തിന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റത്തില്ല, നന്മ കൊണ്ടേ തിന്മയെ കീഴടക്കാൻ പറ്റത്തുള്ളൂ. ലൂക്ക 7:36 മുതൽ വായിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീയെ പുണ്യവതിയാക്കിയത് യേശു സ്നേഹം കൊണ്ടാണ്. യോഹന്നാൻ 4 സമറിയാക്കാരി സ്ത്രീയെ സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തിയാക്കി കർത്താവ് മാറ്റിയത് എങ്ങനെയാണ്? സ്നേഹം കൊണ്ടാണ്, അല്ലാതെ കുറ്റപ്പെടുത്തൽ കൊണ്ടല്ല ആ ഒരു കാര്യം നടന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 19 സക്കേവൂസ് അവൻ കംപ്ലീറ്റ് ആൾ മാറി. കാരണം കർത്താവ് അവനെ സ്നേഹിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാനായിട്ട് തയ്യാറായി. അതോടെ അവൻ്റെ ജീവിതം സമൂലം മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13:13 നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹമാണ് സർവോത്കൃഷ്ടം. ആയുധമെടുത്ത് നീങ്ങുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.